മഹല്ല് ഫെഡറേഷൻ ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റബിയഫ് ക്യാമ്പയിനും SMF നേതാക്കൾക്ക് സ്വീകരണവും നൽകി. സുന്നി മഹല്ല് ഫെഡറേഷൻ ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റബിയ ക്യാമ്പയിനും നേതാക്കൾക്കുള്ള സ്വീകരണവും നൽകി. സ്വീകരണ പരിപാടി പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിലേക്ക് കടന്നു വരികയാണ്. നമ്മോട് കുറെ കാര്യങ്ങൾ കൽപ്പിച്ചിട്ട് നിർദ്ദേശിച്ചത് ജീവിതത്തിൽ പകർത്തണം ഉണ്ടാവണം. ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടൊരു ജീവിതമാണ് ഇന്നത്തെ സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ന് രാവിലെ വരുമ്പോൾ ന്യൂസ് കേട്ടത്. ന്യൂസിൽ ഒരു സ്കൂൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് മദ്യം കുട്ടി കണ്ടെടുത്തു എന്നത്തെ ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടുള്ള സമൂഹമാണ് വളർന്നു വരുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം നമുക്ക് മോശമായിട്ടുള്ള അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ വേർപെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു രംഗത്തെടുക്കുന്നത്. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ, അതിൽ നിന്ന് വഴിതെറ്റിയാൽ നമുക്ക് പരാജയമായിരിക്കും നേരിടുക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. നീതിയും സത്യവും പുലർത്തി മുന്നോട്ടു പോവാനും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഘട്ടങ്ങളിൽ അതിന് തയ്യാറാവണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സുന്നി മഹല്ല് ഫെഡറേഷൻ നേതാക്കളായ നെയ്യായ കുഞ്ഞിമൊയ്തീൻ മുസ്ലിയാർ, യു ഷാഫി ഹാജി, ചെമ്മാട് അബു സമദ്, പൂക്കോട്ടൂർ നാസർ, ഫൈസി കൂടത്തായി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി ജമിയത്തുൽ ഖുതുബ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മൗലിദ് പാരായണവും വേറിട്ട അനുഭവമായി. PP മൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള കോയ തങ്ങൾ, ഇരുമ്പകശ്ശേരി, നാസർ, ഹുദവി, ബഷീർ, അസ്ഹരി, അലവി, ഫൈസി, PM ജലീൽ, P ഉണ്ണിയൻകുട്ടി മാസ്റ്റർ, PA ഷൗക്കത്ത്, TV അബ്ബാസ്, M ഉമ്മർ ഫാറൂഖ്, M മൊയ്തീൻ ഹാജി, സയ്യിദ് പുല്ലുശ്ശേരി, ഹമീദ് ഹാജി, T സൈദൽവി ഹാജി, അബ്ദുൾ റഹ്മാൻ, സയ്യിദ് മുഹമ്മദ് അലി കണയം, MV അമീർ അലി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു.